स्वयं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितां तां सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोऽस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरुभ्यस्य कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ ബ്രഹ്മാണ്ടത്തിന്റെ സ്റ്റോറിയാണ്. ബ്രഹ്മാണ്ടത്തില് എല്ലാവർക്കും ഒരിക്കൽ ഒരു ഫുൾ സെമിനാർ എടുത്തതാണ് ഈ ക്ലാസ്സിന്. അത് പണ്ടുള്ള ആൾക്കാർ മാറിക്കാണും. അതുകൊണ്ട് ജസ്റ്റ് ഇന്ന് ഓരോ ഓട്ടോ പ്രദർശനം പോലെ ഈ ഫോട്ടോയുടെ മാത്രം ബേസിസിൽ നമുക്കിന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഇതില് നമ്മളിപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് സൂം ഇൻ വേർഷനാണ്. ഇതെല്ലാവർക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഭുജി. ഈ ഒരു സംഭവം, ഈ ഒരു ഫുൾ ഫോട്ടോ നമ്മുടെ സൃഷ്ടിയുടെ ഒരു ഫുൾ സമ്മേഷൻ ആണെന്ന് പറയാം. സൃഷ്ടിയുടെ കംപ്ലീറ്റ് സമ്മേഷൻ ആണെന്ന് പറയാം. അതായത് ഭൗതിക ലോകവും ആത്മീയ ലോകവും കൂടിച്ചേരുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അതില് മേളില് ഈ ബ്രഹ്മജ്യോതി എന്ന് എഴുതിയിരിക്കുന്ന ഈ വെള്ള, സോറി മൗസ് കുറച്ച് കളിക്കുകയാണ്. ഓക്കെ, ഈ ബ്രഹ്മജ്യോതി എന്ന് എഴുതിയിരിക്കുന്ന അവിടെ അതിന്റെ മേൽവശം ആത്മീയ ലോകവും ആ ഈ വെള്ളക്ക് താഴെ ഭൗതികമായിട്ടുള്ള ലോകവുമാണ്. ഓക്കെ, നമുക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആത്മീയ ലോകത്തിൽ നിന്ന് തുടങ്ങാം. കാരണം 1 മണിക്കൂറിനകം തീർക്കണമെങ്കിൽ വളരെ സ്പീഡിൽ പോകേണ്ടി വരും. അപ്പം നമുക്ക് ആത്മീയ ലോകത്ത് ഏറ്റവും മേളിലുള്ള പ്ലാനറ്റ് എന്ന് പറയുന്നത് താമരയില, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. താമര പോലെ തന്നെ ഇരിക്കുന്ന ശ്രീ ഗോലോകധാമമാണ്. ഈ ഗോലോകധാമത്തിന് കൃഷ്ണധാമം എന്ന് പറയും. പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി അതിനകത്ത് എന്തെല്ലാം ഉണ്ട്, ഈ ഭൗതിക ലോകമായാലും ആത്മീയ ലോകം, മറ്റുള്ള ആത്മീയ ലോകങ്ങളായാലും അതിൻ്റെ എല്ലാം റൂട്ട് കോസ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സംഭവമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗോലോകത്തെ കുറിച്ച് പറയുമ്പം ഫസ്റ്റ് നമുക്ക് ഈ ഫോട്ടോയില് നമുക്ക് കാണുമ്പോൾ രാധയും കൃഷ്ണനെയും കാണാം. ഓക്കെ, രാധയും കൃഷ്ണനും അല്ലാതെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ ആരെങ്കിലും? ഉണ്ടല്ലോ പ്രഭു, ഒരു ദേവിയുടെ ചിത്രം കൂടെ കാണുന്നുണ്ടല്ലോ വലത് സൈഡിൽ. ചൈതന്യ മഹാപ്രഭു രാധാറാണി. ഹരേ കൃഷ്ണ. രാധാറാണി. ഇപ്പോഴോ കുറച്ചുകൂടി സൂം ചെയ്യാം. ചൈതന്യ മഹാപ്രഭുവിനെ ആരോ കാണുന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടു. പ്രഭു കണ്ടു. ഓക്കെ, പ്രഭു കാണണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പ്രഭു. പ്രഭു കണ്ടേ പറ്റൂ. വേറെ ആരെങ്കിലും പുതിയ ആൾക്കാര്? ഇപ്പൊ ഇത്രയും മാക്സിമം സൂമിൽ ചെയ്ത് വെച്ചേക്കാണ്. കാണണമല്ലോ ആൾക്കാരെ. പുതിയ ആൾക്കാർ പറയട്ടെ. കണ്ടു പ്രഭുജി, കണ്ടു. ഹരേ കൃഷ്ണ. കണ്ടു. എന്തിനെ കണ്ടുന്നു? ഗോലോകത്തെ 3 ഡിവിഷൻസ് കാണാം. പറ്റുന്നുണ്ടോ? ഉണ്ട് പ്രഭു. ഓക്കെ, ചൈതന്യ പ്രഭുവിനെയും കണ്ട്. വേറെ 2 പേരുണ്ട്. വേറെ ഒരു ദേവിയോ
തോന്നുന്നു. ഒരമ്മ ഉപദേശം സ്വീകരിക്കും പോലെ, ഒരു മഹർഷി എടുത്തിരിക്കും പോലെ തോന്നുന്നു. അല്ല. ഓക്കെ, അതാണ് ചോദിക്കുന്നത്, എന്താ കാണുന്നതെന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ കറക്റ്റായിട്ട്, കാരണം ഓരോരുത്തർക്കും ഓരോ വിഷൻ, ഓരോ ഇംപ്രഷൻ ഉണ്ട്. അതാണോ എന്ന് ചോദിക്കുന്നത്. ഇപ്പം മാതാജി പറഞ്ഞത് നന്നായി. ഇവിടെ ദേവി നിൽക്കുന്നു, ഉപദേശം കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ ദേവി എന്ന് പറഞ്ഞാൽ രാധാറാണിയും കൃഷ്ണനുമാണ് അവിടെ. രാധാറാണിയും കൃഷ്ണനുമാണ് ഇരിക്കുന്നത്. ആ കൃഷ്ണനാണ് ഉപദേശം കൊടുക്കുന്നതായിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നുന്നത്. ഇവിടെ ഇതല്ലേ മാതാജി ഉദ്ദേശിച്ചത്, റൈറ്റ് സൈഡിൽ അല്ലേ, രാധാറാണിയുടെ സൈഡിൽ. ആ അതെ അതാ പ്രഭു. പിന്നെ ചൈതന്യ പ്രഭുവിനെ കണ്ടു. അത് രാധാറാണിയും കൃഷ്ണനുമാണ്. അതിന്റെ മേളിൽ ആ ബ്രൗസ്. ആ, ഇവിടെ. ആ, അത് ഇത് രാധാറാണി രാധാറാണിയും കൃഷ്ണനും ഇരിക്കുന്നു. രാധാറാണിയുടെ അഷ്ടസഖികളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ അഷ്ടസഖികൾ, അവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഷ്ടസഖികൾ, അതെല്ലാം ഗോപികളുടെ സ്ഥലം. ഗോപികളും കൃഷ്ണനുമായിട്ടുള്ള ഇടപഴകുന്ന സ്ഥലമാണത്. ഓക്കെ. ഇനി കുറച്ച് നടുക്കോട്ട് പോകുമ്പോൾ ഇവിടെ കൃഷ്ണനും ഗോപന്മാരുമായിട്ട് ഇടപെടുന്ന സ്ഥലം. കൃഷ്ണൻ, ബൽറാം, ഗോപന്മാര്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അത്? കാണുന്നുണ്ട് ഇല്ലെങ്കിൽ പ്രഭുജി. കാണുന്നുണ്ട് ആ, കാണുന്നുണ്ട് പ്രഭു. കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ചൈതന്യ മഹാപ്രഭു. ആ, ലെഫ്റ്റ് സൈഡിൽ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് എന്ന് പറഞ്ഞാൽ ഗൗഡിയ വൈഷ്ണവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, പഞ്ചതത്വ. ഇവര് ഭൂമിയിൽ വന്നപ്പം ഉണ്ടായിരുന്ന എല്ലാ സഹജ സഖാക്കളുമായിട്ടുള്ള സ്ഥലമാണ്. അതിനെ നമ്മളിവിടെ ഭൗതിക ലോകത്ത് പറയുന്ന പോലെ നവദ്വീപ്, അല്ലെങ്കിൽ അതിനെ ഇതായിട്ട് പറയും, എന്താ പറയണ, അന്തർദ്വീപ്, നവദ്വീപ് എന്ന് പറയും. അപ്പൊ ഇതൊന്നും കിട്ടും. അവിടെയുള്ള അന്തർദ്വീപ്, ശ്വേതദ്വീപിനകത്തുള്ള അന്തർദ്വീപിനകത്ത് ഉള്ള നവദ്വീപിലാണ് ചൈതന്യ മഹാപ്രഭുവും മഹാപ്രഭുവിന്റെ മറ്റുള്ള ഗൗരഭക്ത വൃന്ദങ്ങളായിട്ട് നിത്യലീല. എന്താണ് നിത്യലീല ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിത്യലീല നമ്മൾ സാധാരണ പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ വരുന്ന യുഗത്തിൽ മാത്രം, കൃഷ്ണന് ശേഷം വരുന്ന കലിയുഗത്തിൽ, കൃഷ്ണൻ വരുന്ന ദ്വാപരയുഗത്തിന് ശേഷം വരുന്ന കലിയുഗത്തിൽ മാത്രം വരുന്ന അവതാരമാണ് കൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭു എന്നും കലിയുഗത്തിൻ്റെ നാമത്തിന് തരാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പറയും. പക്ഷേ ഭഗവാന്റെ നിത്യലീല നടക്കുന്ന സ്ഥലമാണ് ഈ ഗോലോകത്തെ ഈ അന്തർധാമം, അതായത് നവദ്വീപ് എന്ന് പറയുന്ന സ്ഥലം, മായാപൂർ എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റാണ്. ഏതൊരു ഗൗഡിയ വൈഷ്ണവനും പോകാൻ ഇച്ഛിക്കുന്നതും അല്ലെങ്കിൽ പോകേണ്ട ആയിട്ട് ഇച്ഛിക്കേണ്ടതുമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യം അനുസരിച്ചിരിക്കും. നമുക്കിപ്പോഴും ആഗ്രഹം മറ്റുള്ളവരുമായിട്ടുള്ള കുറ്റപ്പെടുത്തലും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാനും അതിനൊക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഭഗവാൻ അതനുസരിച്ച് നമുക്ക് അടുത്ത ജന്മം തരും. പക്ഷേ ഭക്തനായി കഴിയുമ്പം, ഒരു ശുദ്ധ ഭക്തനായി കഴിയുമ്പം, പിന്നെ വേറെ ഒരു ആഗ്രഹവും ഇല്ലാതാവുമ്പം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് പോകാനുള്ള യോഗ്യത കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പോകാൻ എളുപ്പത്തിൽ സാധിക്കുന്ന, നമുക്ക് മാത്രം, നമ്മുടെ മാത്രം അഹങ്കാരം എന്ന് പറയാം, പ്രൈവറ്റ് ആയിട്ടുള്ള അഹങ്കാരമാണ് ഈ നവദ്വീപ്. വേറെ ഒരു വൈഷ്ണവ ലീനിയേജിനും നവദ്വീപിൽ പ്രവേശനമില്ല. കാരണം നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സേനാ നായകന്മാരാണ്, അല്ലെങ്കിൽ സേനാപതികളാണ്. നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഭാരതത്തിൽ ജനിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാൻ തന്നേക്കുന്ന ഒറ്റ ഇൻസ്ട്രക്ഷനേ ഉള്ളൂ. എന്താണ്? കൃഷ്ണനെ കുറിച്ച് പഠിക്കുക, കൃഷ്ണനെ കുറിച്ച് പ്രചരിപ്പിക്കുക. വേറെ ഒന്നുമില്ല. അവൻ ഇത് ചെയ്തു, ഇവളത് ചെയ്തു, ഇതെങ്ങനെയാണ്, ഇങ്ങനെയാണോ, ശരിയാണോ പ്രഭുജി, മറ്റേത് ഡിവോട്ടീസ് ഇങ്ങനെയാണോ, അങ്ങനെയാണോ, ഇതൊന്നും അല്ല പറഞ്ഞേക്കുന്നത് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു പറഞ്ഞേക്കുന്നത് അല്ല, ചൈതന്യ മഹാപ്രഭു പറഞ്ഞേക്കുന്നത് കൃഷ്ണനെ കുറിച്ച് ആരെ ദേക്കോ, ആരെ കണ്ടോ, എവിടെ എപ്പോഴും പറ്റുമോ അവിടെ കൃഷ്ണനെ കുറിച്ച് ഉപദേശം കൊടുക്കുക, അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടാണ് നമ്മുടെ ഗോലോകത്തിന്റെ 3 മെയിൻ ആയിട്ടുള്ള, എന്താ പറയാ, ഡിവിഷൻസ് എന്ന് പറയണം. ഇതിൻ്റെ അടുത്ത് തന്നെ ഇനി കൃഷ്ണനും യശോദമ്മയുടെയും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള സ്ഥലമുണ്ട്. അതായത് ഒരു വാത്സല്യ ഭാവത്തിൽ നിൽക്കുന്ന യശോദയുടെ നന്ദഗോപുരമായിട്ടുള്ള ബാലകൃഷ്ണന്റെ സ്ഥലമുണ്ട്. പക്ഷേ അത് ഇവിടെ എന്തുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഇമ്പോർട്ടൻസ്,
പക്ഷെ അപ്പം പിന്നെ നാച്ചുറലി വരുമ്പം സഖാക്കളുമായിട്ടുള്ളത് എങ്ങനെ വന്നു എന്ന് അവിടെയും ആക്ച്വലി സാഖ്യഭാവത്തിനെക്കാട്ടിലും അവർക്ക് മാധുര്യഭാവമാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തെ മാധുര്യ ധാമം എന്നാണ് പറയുന്നത്. ഗോ ഗോലോക വൃന്ദാവനത്തെ എല്ലാവർക്കും കാണാൻ പറ്റുമായിരിക്കും. ഗോലോക വൃന്ദാവനം എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ട് താഴെ മാധുര്യധാമം എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഇവിടെ മാധുര്യത്തിൻ്റെ അതിപ്രസരണമാണ്. മാധുര്യമല്ലാതെ വേറെ ഒന്നും ഈ കാണാൻ പറ്റത്തില്ല. അതിനർത്ഥം ഐശ്വര്യമോ ശാന്തമോ സാഖ്യമോ ദാസ്യമോ ഇല്ല എന്നല്ല, അതെല്ലാം 100% ഉണ്ട്. എത്ര ഉണ്ടോ ഈ സൃഷ്ടിയിൽ, എത്രയുണ്ടോ അതെല്ലാം മാക്സിമം കാണുന്ന സ്ഥലം ഗോലോക വൃന്ദാവനമാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഐശ്വര്യം ഏറ്റവും കൂടുതൽ സൃഷ്ടിയിലുള്ളതും ഗോലോക വൃന്ദാവനത്താണ്. ദാസ്യത്വം ഏറ്റവും കൂടുതലുള്ള സൃഷ്ടിയിലുള്ളതും ഗോലോക വൃന്ദാവനത്തിലാണ്. സാഖ്യം ശാന്തം ഇതെല്ലാം 100% ഉള്ളത് ഗോലോക വൃന്ദാവനത്താണ്. പക്ഷേ ഇതിനെ എല്ലാം തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മാധുര്യഭാവം 100% വരുന്നതും ഗോലോക വൃന്ദാവനത്തിലാണ്. അതുകൊണ്ട് എന്ത് പറ്റും എന്ന് വെച്ചാൽ, നമ്മൾ ചെന്ന് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ മെർസിയോടെ നമുക്ക് പ്രവേശനം കിട്ടുമ്പോൾ നമുക്ക് മാധുര്യഭാവം അല്ലാതെ അവിടെ വേറെ ഒന്നും തന്നെ കാണാനേ പറ്റില്ല. അതാണ് മാധുര്യഭാവത്തിൻ്റെ അതിപ്രസരണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അവിടെയാണ് ഇത് ഗോലോക വൃന്ദാവനത്തിൻ്റെ വിശദീകരണമായി. ഇനി അടുത്ത താഴോട്ട് വരുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം മധുരാധാമം. അപ്പം ഇതിനു മുമ്പ് ഞാൻ കൃഷ്ണൻ്റെ 3 ശക്തികളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അത് വരുന്നുണ്ട്, താഴോട്ടാക്കാൻ പറ്റുന്നൂടെ. ഭഗവാന്റെ 3 ശക്തികളാണ്. ഭഗവാന്റെ ഫസ്റ്റ് ഭഗവാൻ സ്വയം എന്നുള്ളത്, അല്ലെങ്കിൽ സച്ചിത് ആനന്ദ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. അതിന് സന്ദിനി, സംവിത്, ഹ്ലാദിനി. സന്ദിനി എന്ന് പറയുന്നത് ഭഗവാന്റെ സത് പൊട്ടൻസിയാണ്. അതാണ് ഭഗവാന്റെ ധാമങ്ങളായിട്ടൊക്കെ വിസ്തീരിച്ച് വരുന്നത് സന്ദിനി. അതിന് മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബൽറാമനാണ്. സംവിത് എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കുറിച്ച് ഉള്ള അറിവാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഭഗവാൻ സ്വയം തന്നെയാണ്. അതായത് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ഭഗവാൻ തന്നെയാണ് വെക്കുന്നത്, വേറെ ആർക്കും കൊടുക്കില്ല. ഭഗവാനാണ് വെക്കുന്നത്. ഇവിടെ ഫോട്ടോയിൽ കാണുന്ന പോലെ കൃഷ്ണൻ സംവിത്ത്. ഇനി ഹ്ലാദിനി, അത് സംവിത്ത് കൃഷ്ണ ചിത്തം. ഹ്ലാദിനി എന്ന് പറഞ്ഞാൽ ശ്രീമതി രാധാറാണിയാണ് അതിൻ്റെ. അത് ആനന്ദം, സച്ചിത് ആനന്ദം എന്ന് പറയുന്ന ആനന്ദം, അത് ശ്രീമതി രാധാറാണിയാണ് അതിൻ്റെ മൂർത്തിമത് ഭാവം. ഇപ്പം ഇങ്ങനെ ഈ 3 സത് ചിത് ആനന്ദ എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇവരുടെ എക്സ്പാൻഷൻസ് ആയിട്ടാണ് അടുത്ത പല പല എക്സ്പാൻഷൻസും നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഭഗവാന്റെ ടെക്നിക്കൽ ഇതിലോട്ട് ഞാൻ പോകുന്നില്ല, സമയം കിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ധാമത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഫോട്ടോയിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ ഗോലോക വൃന്ദാവനത്തിന് താഴെ മധുരാ വൃന്ദാവനമുണ്ട്, അല്ലെങ്കിൽ മധുരാധാമമുണ്ട്. മധുരാധാമത്തിൽ എന്താണ്? ഇവിടെ കൃഷ്ണൻ എങ്ങനെയാണോ രാജാവായിട്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് അവിടെ കൃഷ്ണന് കുറച്ച് ഐശ്വര്യഭാവം കൂടുന്നുണ്ട്. ഐശ്വര്യഭാവം കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ മാധുര്യഭാവം കുറയുക എന്നാണ് അർത്ഥം. ആക്ച്വലി ഐശ്വര്യഭാവം കൂടുക എന്നല്ല അർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ ഐശ്വര്യഭാവം മാക്സിമം ഉള്ളത് ഗോലോക വൃന്ദാവനത്തിലാണ്. ഇനി അതിന് കൂടുതൽ ഐശ്വര്യം ഒരിടത്തും ഇല്ല. പക്ഷേ ഗോലോക വൃന്ദാവനത്തിലുള്ള മാധുര്യഭാവം കുറച്ച് കുറയുകയാണ് ചെയ്യുന്നത് മധുരയിലോട്ട് വരുമ്പോൾ. അവിടെ കൃഷ്ണൻ രാജാവായിട്ടല്ല, തെറ്റിപ്പോയി, സോറി, ക്ഷമിക്കണം. മധുര എന്ന് പറയുമ്പം വാത്സല്യഭാവം കൂടുകയാണ് ചെയ്യുന്നത്. അവിടെ ദേവകിയും വസുദേവരും ഉള്ളത്. അപ്പം ക്ഷമിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റാണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. മാധുര്യഭാവം, ദാസ്യഭാവം, ശാന്തഭാവം, സാഖ്യഭാവം, വാത്സല്യഭാവം, ഇതും 5ഉം പൂർണ്ണതയിലുള്ള ഗോലോക വൃന്ദാവനത്തിലാണ്. ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് മധുരാധാമിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ കൃഷ്ണൻ വാത്സല്യഭാവം കുറച്ച് കൂടുന്നു.
അതെന്ന് നമുക്ക് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് മാധുര്യഭാവം കുറയുകയും അവിടെ വാത്സല്യം കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദ്വാരകയിലെത്തുമ്പോഴാണ് കൃഷ്ണൻ ദ്വാരകാപതിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഐശ്വര്യഭാവമാണ് കൂടുന്നതായിട്ട് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഐശ്വര്യഭാവം കൂടുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടെ മാധുര്യഭാവവും വാത്സല്യഭാവവും കുറയുക എന്നാണ് അർത്ഥം. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇവിടെ കൃഷ്ണനും ഭഗവാനെ പട്ടറാണികളും അവരുമായിട്ട് ആരാണോ ഒരു ഭഗവാനെ ഒരു രാജാവ് ദ്വാരകാപതിയായിട്ട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് ദ്വാരകാധാമിൽ പോകാൻ പറ്റും. ആരാണോ ഭഗവാനെ വാത്സല്യത്തെ കൂടുതൽ ചെയ്യുന്നത് അവർക്ക് സേവ ചെയ്യുന്നത് അവർക്ക് മധുരാധാമത്തിലും, മാധുര്യഭാവത്തിൽ ആരാണോ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഗോലോക വൃന്ദാവനത്തിലും പ്രവേശനം കിട്ടും. ഇനി ഇതിൻ്റെ ഇടയിൽ ദ്വാരകധാമത്തിനും വെളിയിൽ ഒരു ജഗന്നാഥ് പുരിയുടെ സ്ഥലമുണ്ട്. നമ്മൾ ഇവിടെ ജഗന്നാഥപുരി എന്ന് പറയുന്ന ശ്രീക്ഷേത്രം എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ എവിടെയാണോ എങ്ങനെയാണ് ദാരു ബ്രഹ്മനായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നത്, നമ്മുടെ ജഗന്നാഥ് ബലദേവ് സുഭദ്രമായിട്ട് നിലകൊള്ളുന്നത്, അതേ ഭാവത്തിൽ അവരെ പൂജിക്കുന്ന ആൾക്കാർ. ഇപ്പം നമുക്കറിയാം ആദികർത്ത പ്രഭു ഇപ്പം അവിടെ പൂജിക്കുകയാണ്, ജഗന്നാഥ് ബലദേവ് സുഭദ്രമായ സേവ ചെയ്യാണ്. അപ്പം പിന്നെ നമ്മുടെ രാമചന്ദ്ര പ്രഭു ഇവർക്ക് ഭഗവാന് ഇപ്പം അവരുടെ ജീവിതം കംപ്ലീറ്റ് എന്താ പറയുക സൗന്ദര്യമാത ഇവർക്ക് മൂന്നുപേരും ജീവിതം കംപ്ലീറ്റ് ജഗന്നാഥ് ബലദേവ് സുഭദ്രമായുടെ സെൻട്രൽ ചെയ്താണ്. അപ്പം അങ്ങനെയുള്ള ജീവിതം അങ്ങനെ ഭാഗ്യം കിട്ടുന്ന ആൾക്കാർക്ക് വളരെ സുലഭമായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ദ്വാരകാധാമിനും അയോധ്യാധാമിനും ഇടയിലുള്ള ശ്രീക്ഷേത്രം എന്ന് പറയുന്ന ജഗന്നാഥപുരി ക്ഷേത്രം. അതായത് നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട് ജഗന്നാഥപുരിയിലെ കഥയിൽ കേൾക്കുന്നുണ്ട് ഭഗവാന്റെ മർസിയാൽ ബ്രഹ്മാവിൻ്റെ അബ്ദത്തിൽ മാത്രമാണ്, അതായത് പകുതി ദിവസമുള്ള സമയത്ത് മാത്രമാണ് ദാരുബ്രഹ്മനായിട്ട് വരുന്നത്. അതിനു മുമ്പ് നീൽമാധവനായിട്ടായിരുന്നു നിന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഭാഗ്യം ഒന്ന് കേൾക്കുക, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ കൃഷ്ണൻ വന്നു, അത് കഴിഞ്ഞിട്ട് ആണ് ഈ ഭഗവാന്റെ ലീല നടക്കുന്നത്. ജഗന്നാഥ് ബലദേവ് സുഭദ്രമയുടെ ആ ഒരു കഥ കേൾക്കുന്നതും കൃഷ്ണൻ്റെ തന്നെ സ്വയം ഭഗവാന്റെ ബാലലീലകൾ കേട്ടിട്ട് സ്വയം എസ്കസി പോവുകയും ഈ ദാരുബ്രഹ്മന്റെ ഫോമിൽ വരികയും ചെയ്യുന്നത്. അങ്ങനെ വന്നതിന് ശേഷം അവളുടെ അടുത്ത കലിയുഗത്തിലാണ് ചൈതന്യ മഹാപ്രഭു വരുന്നത്. അതിനുശേഷമാണ് ഈ ചൈതന്യ മഹാപ്രഭു ബ്രഹ്മനായിട്ടുള്ള ജഗന്നാഥപുരിയിൽ വന്ന് താമസിച്ച് ലീലകൾ നടത്തുന്നത്. അതിനുശേഷമാണ് നമ്മളിപ്പം ജനിച്ച് നമുക്ക് ജഗന്നാഥ് ബലദേവ് സുഭദ്രമായ വളരെ സുലഭമാക്കിക്കൊണ്ട്, അതായത് ദാരുബ്രഹ്മനെ കാണെങ്കിൽ നമുക്ക് ജഗന്നാഥ് പുരി പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് കരമനയിലുണ്ട്, നമുക്ക് പട്ടാഴിയിലുണ്ട്, അതുപോലെ ജഗന്നാഥ് പുരിയിലുണ്ട്, ബോംബെയിലുണ്ട്, ചെന്നൈയിലുണ്ട്, ഇവിടെ നമുക്ക് എന്താ പറയുക ഷിക്കാഗോയിൽ പോയാൽ അവിടെ ഉണ്ട്, US പോയാൽ ഉണ്ട്, ഓസ്ട്രേലിയയിൽ പോയാൽ മെൽബണിലുണ്ട്. അപ്പം ഇവിടെ എല്ലാം ആക്കി വെച്ചിട്ടേക്കുന്ന ജഗദ്ഗുരു ശ്രീല പ്രഭുപാദർ അവതരിച്ചതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന ജന്മമാണ്. ഈ ജന്മം നമുക്ക് സാർത്ഥകമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നിശ്ചയമായിട്ടും നമ്മൾ കൃപണരാണ്, നമ്മൾ അസുഖാലുക്കലാണ് ഭഗവാനുമായിട്ട്, നമുക്ക് മന്ദബുദ്ധികളാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇതിൽ കൂടുതൽ എനിക്ക് വർണ്ണിക്കാൻ വേറെ വേർഡ്സ് ഇല്ല. കാരണം നമ്മൾ ഈ ഒരു ജീവിതത്തിൽ നമ്മൾ പരസ്പരം കലഹിച്ചും വഴക്കിട്ടും കുറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്പർ 1 മന്ദബുദ്ധികളാണെന്ന് പറയാൻ പറ്റും. ഇത്രയും നല്ലൊരു അവസരം ഭഗവാൻ തന്നിട്ട്. അപ്പം ആ ശ്രീക്ഷേത്രവും സ്ഥിതി കൊള്ളുന്നത് ദ്വാരകാധാമിനും അയോധ്യധാമിനും ഇടയിലുള്ള സ്ഥലമാണ്. ഇത് ഭഗവാനെ സേവിക്കുന്ന ആൾക്കാർക്ക് വളരെ സുലഭമായിട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം പോകുന്നെങ്കിൽ അതിന് നമ്മൾ സേവ ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള അസൂയയും കുശുമ്പും പൊന്നായ്മയും ഒക്കെ മാറ്റി വൈഷ്ണവരുമായിട്ട് സഹകരിച്ച് വളരെ നമുക്ക് ഭഗവാന്റെ സംതൃപ്തി അല്ലാതെ എൻ്റെ ഈഗോ സംതൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ എൻ്റെ ഹിഡൻ അജണ്ട ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം വരാതെ സേവ ചെയ്യുന്ന ആൾക്കാർക്ക് 100% പ്രഭുപാദർ പറയുന്നത് പോലെ ഈ ജന്മത്തിന് ശേഷം പ്രഭുപാദർ തന്നെ അവരെ കൊണ്ടുപോകും.
പിന്നെ അടുത്തത് വരുന്ന അയോധ്യധാം. അയോധ്യധാം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രാമാവതാരമാണ്. ഭഗവാൻ ടെക്നിക്കലാകുമ്പോൾ അത് സ്പെൻഡ് ചെയ്യുമ്പോൾ, അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പോകാം. ഇത് അയോധ്യ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രാമൻ്റെ അവതാരം. ഇവിടെ ശ്രീ ഹനുമാനുണ്ട്. ഭഗവാന്റെ കൂടെ തന്നെ സഹോദരങ്ങളെല്ലാവരും ഉണ്ട്, സീതാമ്മയുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് രാമാവതാരം കഴിഞ്ഞിട്ട് സരയൂ നദിയിൽ മുങ്ങി ഭഗവാൻ അയോധ്യാവാസികളുമായിട്ടാണ് മുങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവർ അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. രാമായണം അങ്ങനെയാണ് അവസാനിക്കുന്നത്. പക്ഷേ ആ അയോധ്യവാസികളുമായിട്ട് ഭഗവാൻ പിന്നെ പൊങ്ങുന്നത് ഇവിടെ തന്നെയാണ്. അപ്പം ഇവിടെ അയോധ്യധാമത്തിലുള്ള വാസികളായിരുന്നു ഇവിടെ അയോധ്യയിൽ വന്ന് അവർ തിരിച്ചു പോയി. ഇത് ഭഗവാന്റെ അയോധ്യധാമം. അതിനുശേഷം ഓക്കെ, ഇവിടെ ഈ കൃഷ്ണ വേൾഡ്, കൃഷ്ണലോകം അല്ലെങ്കിൽ ഗോലോകത്തിനെ മാധുര്യധാമം എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധുര്യമാണ് ഹയറായിട്ടിരിക്കുന്നത്. ഇവിടെ കൃഷ്ണന്റെ തന്നെ ചതുർവ്യൂഹങ്ങൾ എക്സ്പാൻഷൻ വരുന്നുണ്ട്. ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ സംഘർഷനിൽ നിന്നും പിന്നെ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ വരുന്നുണ്ട്. ഇതിനെ കൃഷ്ണ ചതുർവ്യൂഹം എന്ന് പറയും. ഇത് കൃഷ്ണന്റെ ചതുർവ്യൂഹമാണ്. ഇത് ഗോലോകത്തിന്റെ ചാർട്ട് പഠിക്കുമ്പോൾ ഗോലോകത്തിന്റെ 4 സ്ഥലങ്ങളിലും ഇത് ഈ രൂപങ്ങൾ വിസ്തരിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, അത് രൂപവിസ്താരണത്തിന്റെ അതിന് വേറൊരു ക്ലാസ് തന്നെ വേണ്ടി വരും. പിന്നെ ഇനി ഗോലോകത്തിന്റെ ബൗണ്ടറിയിൽ അയോധ്യധാം കഴിയുമ്പം പിന്നെ വരുന്നതാണ് അടുത്ത ലോകമാണ് വൈകുണ്ഠ ലോകം. വൈകുണ്ഠ ലോകത്ത് ഭഗവാന്റെ തന്നെ എല്ലാ നമുക്കറിയാവുന്ന എല്ലാ നാരായണ എക്സ്പാൻഷൻസും ഒരു സെക്കൻഡ് ചെയ്യണം. നാരായണ എക്സ്പാൻഷൻസും പുരുഷാവതാരങ്ങള്, ലീലാവതാരങ്ങള്, യുഗാവതാരങ്ങള്, മന്വന്താവതാരങ്ങള് ഇവയെല്ലാം ഇവിടെയാണ് നിലകൊള്ളുന്നത്. ഇതില് ഭഗവാന്റെ ഐശ്വര്യധാമം എന്നാണ് പറയുന്നത്. വൈകുണ്ഠ ലോകത്തെ ഭഗവാനെ ഒരു രാജാവായിട്ട്, ഭഗവാനെ ഒരു നാഥനായിട്ട്, നമ്മൾ ഭഗവാന്റെ വെറും ദാസനാണ് എന്നുള്ള ഒരു ഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും സുലഭമായിട്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വൈകുണ്ഠ ലോകം. ഇവിടെയാണ് ശ്രീ സമ്പ്രദായത്തിലെ ആൾക്കാരുടെ ഡെസ്റ്റിനേഷൻ. അവർക്ക് ഇതിനപ്പുറം ഒരു ഡെസ്റ്റിനേഷൻ സാധാരണ ശ്രീ വൈഷ്ണവർക്ക് അറിയില്ല. പുരുഷാവതാരങ്ങൾ 3 തരത്തിലുണ്ട്. കാരണദോഷായ വിഷ്ണു, ഗർഭോദശായ വിഷ്ണു, ക്ഷീരോദശായ വിഷ്ണു. ഇവ 3ഉം ഉള്ള നിലനിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ വൈകുണ്ഠ ലോകം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭാവം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നരസിംഹ അവതാരമായാലും വാമനാവതാരമായാലും കൂർമാവതാരമായാലും മത്സ്യാവതാരമായാലും ഉണ്ട്. അപ്പൊ ചില ഡിവോട്ടീസ് പറയുന്നുണ്ട്, ഓ അവിടെ മത്സ്യാവതാരമില്ല, നരസിംഹാവതാരമില്ല, അവർക്കൊന്നും സ്ഥിരമായിട്ടുള്ള സ്ഥലമില്ല എന്ന്. പക്ഷെ അതല്ല ആചാര്യന്മാർ പറയുന്നത്. ചില വൈഷ്ണവരുടെ ക്ലാസ് കേട്ടാൽ അവര് ചില ഡിവോട്ടീസ് പറയും അതങ്ങനെയല്ല, ഇത് പടത്തി കാണിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പറയും. പക്ഷെ വൈഷ്ണവരുടെ ആചാര്യന്റെ എക്സ്പ്ലനേഷനിൽ അത് പറയുന്നുണ്ട്. ഓരോ ധാമത്തിലും ഇപ്പൊ നമ്മൾ മത്സ്യത്തെയാണ് വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ മത്സ്യാവതാരത്തിന്റെ ആ ധാമത്തിൽ തന്നെ നമ്മൾ പോകും. ഇപ്പൊ സത്യവ്രത രാജാവിനെ പോലുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ കൂർമാവതാരത്തിനെയാണ് വർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ കൂർമത്തിന്റെ അവിടെ പോകും. വരാഹത്തിനാണെങ്കിൽ വരാഹത്തിന്റെ ലോകത്ത് പോകും. അപ്പൊ ഭഗവാന് ഈ പല പല രൂപങ്ങൾ എടുക്കുന്നത് തന്നെ ഭക്തന്മാരുടെ ആഗ്രഹത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഭക്തന്മാരുടെ, അതായത് ഭക്തന്മാരുടെ ഇച്ഛകൾ എന്തെല്ലാം ഉണ്ടോ ആ ഇച്ഛകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഓരോ നിമിഷവും ഭഗവാൻ യോഗനിദ്രയിൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കാൻ കൃഷ്ണൻ പാടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചാണ് ഭഗവാന്റെ അൺലിമിറ്റഡ് ഫോംസ് ഈ വൈകുണ്ഠ രൂപത്തിൽ, വൈകുണ്ഠധാമത്തിലുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷ്ണ ചതുർവ്യൂഹത്തിലെ സംഘർഷൻ നാരായണനായിട്ട് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. നാരായണന്റെ എക്സ്പാൻഷൻസ് ആണ് ഇവിടെ എല്ലാം കാണുന്നത്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ നാരായണന്റെ എക്സ്പാൻഷൻസ് ഉണ്ട്. ഇനി നാരായൺ പിന്നെ നാരായണ ചതുർവ്യൂഹം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ചതുർവ്യൂഹമായിട്ട് വരുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് കൃഷ്ണന്റെ ചതുർവ്യൂഹം. ഇപ്പൊ നാരായണന്റെ ചതുർവ്യൂഹം അല്ലെങ്കിൽ കൃഷ്ണന്റെ ചതുർവ്യൂഹത്തിന്റെ വീണ്ടും അതേ പേരുകൾ തന്നെയാണ്, മഹാസംഘർഷനായിട്ട് വരും.
ആദ്യത്തെ സംഘർഷം എന്ന് പറയും, ഇവിടെ മഹാസംഘർഷം അല്ലെങ്കിൽ വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ ഇവരുണ്ട്. ഇവര് നാലുപേരും ചേർന്നാണ് ഭഗവാന്റെ നാരായണ ചതുർവ്യൂഹം അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ചതുർവ്യൂഹം. ഓക്കെ, ഈ ചതുർവ്യൂഹത്തിന് എക്സ്പാൻഷൻസ് ആണ് അല്ലെ കലകളും അംശങ്ങളുമാണ് ഈ നാരായണ വ്യൂഹത്തിൽ ഉള്ളത്. ഇത് ഭാഗവതത്തിന്റെ ഫസ്റ്റ് കാൻഡോയിൽ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റേഴ്സിൽ അല്ല ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് സെക്കൻഡ് ശ്ലോകങ്ങളിൽ പ്രഭുപാദർ ഡിഫറെന്റ് ഓറിയന്റേഷനിൽ പറയുന്നുണ്ട്. ശംഖചക്ര ഗദാപത്മം എങ്ങനെ പിടിക്കുന്നു അതനുസരിച്ച് ഇവർക്ക് ഓരോ പേരും ഭഗവാന്റെ എക്സ്പാൻഷൻസിനും ഉണ്ട്. ഇനി ഇനി ഇവിടുത്തെ സെക്കൻഡ് സംഘർഷൻ അല്ലെ മഹാസംഘർഷനാണ് എക്സ്പാൻഡ് ചെയ്തിട്ട് അടുത്ത ലോകത്തോട്ട് പോകണം. അടുത്ത ലോകത്ത് പോകുമ്പോൾ നമുക്ക് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട സദാശിവൻ അവിടെയാണ് വസിക്കുന്നത്. സദാശിവന്റെ അതായത് ഈ മഹാസംഘർഷനാണ് സദാശിവനായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, വിഷ്ണു ചതുർവ്യൂഹത്തിലെ അല്ലെങ്കിൽ നാരായണ ചതുർവ്യൂഹത്തിലെ മഹാസംഘർഷന്റെ എക്സ്പാൻഷനാണ് സദാശിവൻ. സദാശിവൻ എവിടെ നിലനിൽക്കുന്നു? വൈകുണ്ഠധാമത്തിന് വെളിയിലെ ബ്രഹ്മജ്യോതിക്ക് അകത്ത്. അതായത് ഇതാണ് സ്പിരിച്വൽ വേൾഡിന്റെ ബൗണ്ടറി. ഓക്കെ, അവിടെ ആരൊക്കെയുണ്ട്? നമുക്കറിയാവുന്ന പോലെ തന്നെ കൈലാസത്തിലെ വാസികളുണ്ട്, ഭൂതഗണങ്ങളുണ്ട്, നന്ദിയുണ്ട്, പാർവതിയുണ്ട്. ഇനി എന്താണ് ഇവിടെ സദാശിവൻ ചെയ്യുന്നത്? ഇവിടെ സദാശിവൻ ചെയ്യുന്നത് കൃഷ്ണ നാമ കീർത്തനമാണ്. രാധാറാണിയുടെ നാമം ജപിക്കുന്നത്. കാരണം പല പല പുരാണങ്ങളിൽ നമ്മൾ കേൾക്കാറുണ്ട് സദാശിവൻ രാമനെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഞാൻ രാമനെ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പറയും, സദാശിവനും പാർവതിയായിട്ടുള്ള ഡിസ്കഷനിൽ പറയും, രാധാറാണിയെ മാത്രമാണ് ഞാൻ ഉപാസിക്കുന്നത്. രാധാറാണിയെ നാമമല്ലാതെ വേറൊരു നാമം അതിന് സുപ്പീരിയർ ആയിട്ടില്ല. ചിലതിൽ പറയും കൃഷ്ണനെയാണ് ഞാൻ ഉപാസിക്കുന്നത്, അതിന് സുപ്പീരിയർ ആയിട്ടില്ല. ഇതെല്ലാം നടക്കുന്നത് ഇവിടെയാണ്, കൈലാസത്തിലാണ്. ഈ സദാശിവനാണ് ഇവിടെ. വേറെ ഒരു പണിയും സദാശിവനില്ല. ഇവിടുത്തെ സദാശിവന്റെ പണി എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഹരിനാമ കീർത്തനം ചെയ്ത് അതനുസരിച്ച് പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുകയും അതനുസരിച്ച് കൈ കൊട്ടുകയും ചെയ്യുകയാണ് പാർവതി ദേവിയുടെയും ജോലി ഇവിടെ. അപ്പൊ കൃഷ്ണന്റെ കഥയുടെ രസം ആസ്വദിക്കുക എന്നുള്ള ഒരു ഒരു ഭാവം മാത്രമേ ഉള്ളൂ സദാശിവൻ ഇവിടെ ഉള്ളൂ. ഇതേ സദാശിവന്റെ എക്സ്പാൻഷൻസ് ആണ് നമ്മൾ ഭൗതിക ലോകത്ത് അറിയപ്പെടുന്ന ശിവനായിട്ടും രുദ്രനായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം. ഇനി ആരെങ്കിലും സദാശിവനെ പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ലെയിൻ ദേൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരത്തിന്റെ രീതിയിലല്ല. ഞാൻ ഓക്കെ സോമവാര വ്രതം ചെയ്യാൻ എന്നാ എനിക്ക് പൈസ തരണം, എനിക്ക് നല്ല ഭർത്താവിനെ തരണം, നല്ല ഭാര്യയെ തരണം, നല്ല മക്കളെ തരണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ തല വെട്ടിക്കളയും, എനിക്ക് ഇന്ന പവർ തരണം, ഇങ്ങനെയൊക്കെ വർണ്ണാസുരന്മാർ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ചെയ്യാതെ അല്ല, ഇത് വിരാജനാദി അല്ല, സോറി, ഞാൻ ലേറ്റ് ആയിരിക്കും കണ്ടത് മെസ്സേജ്. വിരജനാദി എത്തിയിട്ടില്ല. ഇത് ഞാനിപ്പം സദാശിവന്റെ ലോകത്തെ കുറിച്ച് പറയണം. അപ്പൊ അങ്ങനെ ഡിസ്കഷൻ ഒരു മെർച്ചൻഡൈസ് ആയിട്ട് ഭഗവാനെ കാണാതെ, സദാശിവനെ കാണാതെ ഭക്തിക്ക് മാത്രം, ഇപ്പൊ നമ്മൾ കൃഷ്ണന്റെ ഭക്തി കിട്ടണേ എന്ന് പറഞ്ഞ് വൈഷ്ണവര് ഭഗവാൻ സദാശിവന്റെ അടുത്ത് പ്രാർത്ഥിക്കും. വൈഷ്ണവര് ടൂറിന് പോകുമ്പോൾ പോലും എവിടെ പോയാലും സദാശിവനെ അവർ നമിച്ചിട്ട് വാച്ചുകൽപ്പ രൂപസി പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്താ ഒറ്റ പ്രാർത്ഥനയായിരിക്കും അവർക്കുള്ളത്, എന്റെ മനസ്സിൽ കൃഷ്ണന്റെ പാതാരവിന്ദത്തിൽ ഉറപ്പിച്ചു നിർത്തണേ. ആ റോളാണ് സദാശിവനുള്ളത് അവിടെ. സമയമില്ലാത്തവരുടെ അടുത്തിലോട്ട് പോവാം. ഇനി ഈ സദാശിവൻ ലോകത്തിനും നമ്മുടെ ഭൗതിക ലോകത്തിനും ഇടയിലുള്ള സ്ഥലത്തിനാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ഇവിടെയുള്ള സ്പിരിച്വൽ വേൾഡിലുള്ള എല്ലാ ശരീരങ്ങൾക്കും പ്രകാശമുണ്ട്. ഭഗവാന്റെ കലകൾക്കും അംശങ്ങൾക്കും ഭഗവാന്റെ ശരീരത്തിൽ വരുന്ന പ്രകാശം, ഇതെല്ലാമാണ് ഈ ബ്രഹ്മജ്യോതിയായിട്ട് എഫൾജൻസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭൗതിക ലോകത്ത് നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. സൂര്യനെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ സൂര്യന്റെ കിരണം മാത്രം കാണുന്നത് പോലെ ഭൗതിക ലോകത്ത് നോക്കുമ്പോൾ ആത്മീയ ലോകത്തൊന്നും ഒരു പ്രകാശം മാത്രമേ കാണാൻ പറ്റൂ. ആ പ്രകാശമാണ് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ യോഗയിൽ പെർഫെക്ഷൻ ഭൗതിക ലോകത്ത് പെർഫെക്ഷനിലെത്തി, അവർക്ക് യോഗ സിദ്ധിയും
അഷ്ടസിദ്ധിയും എല്ലാം കിട്ടി കഴിയുമ്പോൾ അവർക്ക് മാക്സിമം എത്താവുന്ന സ്ഥലവും ബ്രഹ്മജ്യോതിയാണ്. അതേപോലെ 5 മോക്ഷങ്ങളിൽ സായുജ്യ മോക്ഷം കിട്ടിയ അസുരന്മാർക്ക് അവർക്ക് കിട്ടാവുന്ന മാക്സിമം ഡെസ്റ്റിനേഷൻ ഈ ബ്രഹ്മജ്യോതിയാണ്. അവർ ഒരിക്കലും സ്പിരിച്വൽ വേൾഡിൽ കയറില്ല. ഓക്കെ. ഇനി ബ്രഹ്മജ്യോതിനെ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് അവിടെയാണ് ഭൗതിക ലോകം വരുന്നത്. ഇവിടെയാണ് കാരണ ഓഷ്യൻ അല്ലെങ്കിൽ വിരജ നദി എന്ന് പറയുന്ന പ്രഭുജി പറഞ്ഞ വിരജ നദി ഇവിടെയാണ്. ഈ വിരജ നദി ആണ് ഭൗതിക ലോകത്തിന്റെ തുടക്കം. അപ്പൊ ഇവിടെ നോക്കുമ്പോ സോറി നേരത്തെ പറഞ്ഞ സദാശിവൻ ലോകത്തിന് മേളിൽ സദാശിവൻ ആരുടെ അവതാരമാണെന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സദാശിവൻ ആരുടെ അവതാരമാണെന്ന്? മഹാസംഘർഷണം. മഹാസംഘർഷണം. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. കറക്റ്റ്. മഹാസംഘർഷണം. മഹാസംഘർഷൻ. മഹാസംഘർഷന്റെ സോറി, ഹരേ കൃഷ്ണ. മഹാസംഘർഷന്റെ എക്സ്പാൻഷൻ ആണ് സദാശിവൻ. അതേ മഹാസംഘർഷൻ തന്നെ വീണ്ടും ഒരു എക്സ്പാൻഷൻ ആയിട്ട് വരികയാണ് കാരണോദകശായി വിഷ്ണുവായിട്ട്. കാരണ സമുദ്രത്തിൽ അല്ലെങ്കിൽ വിരജാ നദിയിൽ സോറി കാരണസമുദ്രത്തിൽ അല്ലെങ്കിൽ വിരജാ നദിയില് കിടക്കുന്ന കാരണ സമുദ്രത്തിൽ കിടക്കുന്ന വിഷ്ണു, അതാണ് കാരണ ഉദകശായി വിഷ്ണു. കാരണ ഉദകശായി വിഷ്ണു ആയിട്ട് അറിയപ്പെടുന്നത്. ഈ കാരണ ഉദകശായി വിഷ്ണു ആണ് ശരിക്കുള്ള മഹാവിഷ്ണു എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ ഇവിടെ കാരണോദശായി വിഷ്ണുവാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ കാരണോദശായി വിഷ്ണുവിന്റെ അടുത്ത് നോക്കുമ്പോൾ കുറെ കുമിളകൾ കാണാം. ഈ കുമിളകളാണ് ഭഗവാന്റെ രോമകൂപത്തിൽ നിന്നും ഭഗവാൻ എപ്പോഴെല്ലാം ശ്വാസം വിടുന്നുണ്ടോ അപ്പോഴെല്ലാം വരുന്ന ഒരു, നമ്മളിപ്പം എയർ വെളിയിലോട്ട് വിടുമ്പം അനിലോം വിലോം ചെയ്യുന്ന പോലെ വെളിയിലോട്ട് വിടുമ്പം ശ്വാസം പോവുകയും അകത്തോട്ട് വിടുമ്പോൾ ശ്വാസം എടുക്കുന്നു. ഇതേപോലെ പ്രോസസ്സിൽ മഹാവിഷ്ണു ചെയ്യുമ്പം ശ്വാസം വിടുമ്പോൾ ഭഗവാന്റെ രോമകൂപങ്ങളിൽ നിന്നും ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം വെളിയിൽ വരുന്നു. അവർ സ്ഥിതിയിൽ നിൽക്കുന്നു. അവിടെ ജീവാത്മാക്കൾക്ക് ഒരു അവസരം കൊടുക്കുകയാണ്, രണ്ടാമതൊരു അവസരം കൊടുക്കുകയാണ്, രണ്ടാമതല്ല, ഇൻഫിനിറ്റ് ടൈംസിൽ ഒരു അവസരം കൊടുക്കുകയാണ് വീണ്ടും ഗോലോകധാമത്തിലോട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ വേൾഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് തന്നെ ആത്മീയ ലോകത്തിന്റെ ജയിലറയാണ്. ഇവിടെ ശിക്ഷ അനുഭവിക്കാനാണ് നമ്മളെല്ലാം വന്നേക്കുന്നത്, സൂഹിക്കാനല്ല വന്നേക്കുന്നത്. നമുക്ക് വീഡിയോ ഗെയിം ആയാലും ആഹാരമായാലും സിനിമയായാലും ഇന്നത്തെ ആൾക്കാർക്ക് വീഡിയോ ഗെയിം അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. അപ്പൊ അതെല്ലാം നടക്കുന്നത് നമുക്ക് സ്വർഗമാണെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമെല്ലാം ആക്ച്വലി ജയിലാണ്. ശരിക്കുള്ള നമ്മുടെ ലോകം ആത്മീയ ലോകമാണ്. അപ്പൊ അവിടെ നമുക്ക് പോകാനുള്ള ഒരു അവസരം ജീവാത്മാക്കളിൽ കൊടുക്കാനാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം ഭഗവാൻ ശ്വാസം എടുക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഭഗവാനെ തന്നെ ലയിക്കുകയും ചെയ്യും. അപ്പോൾ അവരെല്ലാം ദീർഘ സുഷുപ്തിയിലായിരിക്കും. ഇനി അടുത്തതിലോട്ട് പോകാം. ഇനി ഒരു ബ്രഹ്മാണ്ടം, ഈ കാണുന്ന കുമിളകളിൽ ഒരു കുമിളകളെ നമ്മൾ സൂം ഇൻ ചെയ്ത് പോകണം. അത് നമ്മുടെ ബ്രഹ്മാണ്ടമാണെന്ന് വെക്കുക. കാരണം ഈ ബ്രഹ്മാണ്ടങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് നമ്മുടെ ബ്രഹ്മാണ്ടം. കാരണം നമ്മുടെ ബ്രഹ്മാണ്ടത്തില് ബ്രഹ്മാവിന് 4 മുഖങ്ങളേ ഉള്ളൂ, ചതുർമുഖങ്ങളേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മാവിന് 4 മുഖങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും ചെറിയ ബ്രഹ്മാണ്ടമാണ് നമ്മുടേത്. ഇനി ഈ ബ്രഹ്മാണ്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കാരണോദശ വിഷ്ണു ഈ ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും കയറി, ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയെ പോലെയാണ്, അണ്ടം പോലെയാണ്. അണ്ടത്തിന്റെ ഷേപ്പ് എന്താണോ അത് തന്നെയാണ് ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഷേപ്പ്. അതായത് ഒരു എക്ലിപ്റ്റിക്കലാണ് ഷേപ്പ്. അതിന്റെ പകുതിയോളം മുട്ട എടുത്താൽ തന്നെയും അറിയാം നമുക്ക്, മുട്ടയുടെ പകുതിയും വെള്ളയും കുരുവാണ്. അതേപോലെ ഇവിടെ
വെള്ളം എന്ന് പറയുന്നത് ഗർഭോദകശായി വിഷ്ണു, ഗർഭോദക സമുദ്രം ആണ് കിടക്കുന്നത്, ഒരു ബ്രഹ്മാണ്ടത്തിന്റെ പകുതിയോളം. ആ സമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണുവായിട്ട് കാരണദശായി വിഷ്ണു ഇവിടെ പ്രവേശിക്കുന്നു. അതാണ് ഗർഭോദക സാഗരത്തിൽ കിടക്കുന്ന ഗർഭോദകശായി വിഷ്ണുവായിട്ട് ഭവിക്കുന്നു. ഗർഭോദകശായി വിഷ്ണുവിന്റെ പുക്കിൾക്കൊടിയിൽ നിന്നും ഒരു താമര ഉയരുകയും ആ താമര ഇവിടെ കാണുന്ന പോലെ ഉയർന്നു വന്നിട്ട് താമരയുടെ മേളിൽ ബ്രഹ്മാവ് ജനിക്കുകയും ചെയ്യുന്നു. ഇതിനെ സർഗം എന്ന് പറയും. സർഗം ഇവിടെ തീരുന്നു. അത് കഴിഞ്ഞിട്ട് വിസർഗമാണ്, ബ്രഹ്മാവിന്റെ സൃഷ്ടിയാണ് തുടങ്ങുന്നത്. ഇവിടെ ഈ ബ്രഹ്മാണ്ടത്തിനെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട് സദാശിവൻ രുദ്രനായിട്ട് ഭവിക്കുന്നു, 11 രുദ്രന്മാരായിട്ട്. കാരണദശായി വിഷ്ണു ഗർഭോദശായി വിഷ്ണുവായിട്ട് വന്നു. ഗർഭോദശായി വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവിനെ നിരൂപിക്കുന്നു. ബ്രഹ്മാവിൽ നിന്നും പിന്നെ 14 ലോകങ്ങളും ബ്ലൂ പ്രിന്റ് കൊടുക്കുകയും ബ്രഹ്മാവ് സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെ സ്ഥിതി ചെയ്യാൻ വേണ്ടിയിട്ട് ഗർഭോദശായി വിഷ്ണു തന്നെ വീണ്ടും ക്ഷീരോദകശായി വിഷ്ണുവായിട്ട്, ക്ഷീരസാഗരത്തിൽ വസിക്കുന്ന വിഷ്ണുവായിട്ട് ഭവിക്കുന്നു. പുള്ളിക്കാരനാണ് ഓരോ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഓരോ അണുവിലും പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ ക്ഷീരോദകശായി വിഷ്ണുവാണ്. ഇവിടെ നമുക്ക് ഫോട്ടോയില് ഇവിടെ നമുക്ക് കാണാം. സോറി, ഇവിടെ ദുർഗാദേവിയുടെ ഇപ്പുറത്ത്. അവിടെ നമ്മൾ സാധാരണ ഒരു ഇതൊന്നും പഠിക്കാതെ ഭാഗവതവും ഭഗവത്ഗീത പുസ്തകം വായിക്കാത്ത ഒരു സോക്കോൾഡ് ഹിന്ദു എന്ന് പറയുന്ന, സനാതനധർമ്മി എന്ന് പറയുന്ന സോക്കോൾഡ് ഹിന്ദുവിന് ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ അറിയുന്ന ബ്രഹ്മാവിൽ നമുക്കറിയാം, ബ്രഹ്മാവിൽ നിന്നാണ്, ബ്രഹ്മാവാണ്, അതിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. ശിവൻ എന്ന് പറയുമ്പം സദാശിവനല്ല അവരുദ്ദേശിക്കുന്നത്, രുദ്രനെയാണ് ഉദ്ദേശിക്കുന്നത്. 11 രുദ്രന്മാരെയാണ് അവരുദ്ദേശിക്കുന്നത്. മഹാവിഷ്ണു എന്ന് സാധാരണ ഒരു വ്യക്തി പറയുമ്പം കാരണദശായി വിഷ്ണുവിനെ അല്ല ഉദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് ഈ ക്ഷീരോദകശായി വിഷ്ണുവാണ്. കാരണം ആരുടെ സംസാരിക്കുന്നു അവരുടെ ടേംസ് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റൂ. ഇനി ഇവിടെ ദുർഗാദേവിയെ കാണിച്ചിട്ടുണ്ട്. ദുർഗാദേവിയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഈ ബ്രഹ്മാണ്ടത്തിനെ ഇവിടെ നമുക്ക് കാണുന്ന പോലെ മേളില് 8 ലെയേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, പഞ്ചഭൂതങ്ങളുടെ ലെയർ, എർത്ത് വാട്ടർ ഫയർ എയർ ഈതർ, അതിനുശേഷം മൈൻഡ് ഇന്റലിജൻസ് ഈഗോ. ഇത് ഓരോ ലെയറും മുൻപത്തെ ലെയറിനെക്കാട്ടിലും 10 ഇരട്ടി വിസ്തീർണമുണ്ട്. അതായത് എർത്ത് 1 കിലോമീറ്റർ ആണെങ്കിൽ വാട്ടർ 10 കിലോമീറ്റർ ആണ്, ഫയർ 100 കിലോമീറ്റർ ആണ്, എയർ 1000 കിലോമീറ്റർ ആണ്, ഈതർ 10,000 കിലോമീറ്റർ ആണ്, മൈൻഡ് 1,00,000 മറ്റേത് 10,00,000, മറ്റേത് 100,00,000 ഫോൾസ് ചെയ്യും. അതായത് ഒരു നേരത്തെ 10 ഇരട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഭേദിച്ച് വേണം ഒരു ആത്മാവിന് ഗോലോകധാമത്ത് പോകാൻ. അത് ഞാൻ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി ഈ 14 പ്ലാനറ്ററി സിസ്റ്റംസ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ പ്ലാനറ്ററി സിസ്റ്റത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അധോലോകം, മധ്യലോകം, ഉപരിലോകം. അതായത് ഹയർ പ്ലാനറ്ററി സിസ്റ്റം, മിഡിൽ പ്ലാനറ്ററി സിസ്റ്റംസ്, ലോവർ പ്ലാനറ്ററി സിസ്റ്റംസ്. താഴോട്ട് പോകുന്നവരും കൂടുതൽ സ്ഥൂലമായിട്ട് വരികയാണ് ചെയ്യുന്നത്. മേളിലോട്ട് പോകുമ്പോൾ സൂക്ഷ്മമായിട്ട് പോവുകയും ചെയ്യും. ഇനി ഈ മധ്യലോകത്ത് വർത്തിക്കുന്ന പ്ലാനറ്ററി സിസ്റ്റമാണ് ഭൂർലോക എന്ന് പറയുന്നത്. ഭൂർലോകത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഭൂമണ്ഡലമുണ്ട്. ഭൂമണ്ഡലത്തിലെ സപ്തദ്വീപുകളുണ്ട്. അതിൽ മധ്യദ്വീപായിട്ടുള്ള ജാംബുദ്വീപില്, അതിലുടെയും സൗത്തേൺ സൈഡിലുള്ള ഭാരതവർഷത്തില് 9 വർഷങ്ങളുള്ളതിൽ സൗത്ത് മോസ്റ്റ് ഉള്ള വർഷമാണ് ഭാരതവർഷം. അതിലെ ഭാരതഖണ്ഡത്തിലാണ് നമ്മൾ സ്ഥിതി. ഈ ഭാരതഖണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയാണ്. ഇനി നമ്മുടെ ഭൂലോകത്തിന് താഴെ 7 ലേയേഴ്സ് ഉണ്ട്: അതല, വിതല, സുതല, തലാതല, മഹാതല, രസതല, പാതാളം. മേളിലോട്ട് പോകുമ്പം ഭൂർലോകമുണ്ട്, സ്വർഗലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം. സത്യലോകത്താണ് ബ്രഹ്മാവ് വസിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യർ വസിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷം തീരുന്നിടത്ത് ഭൂർലോകം തുടങ്ങുന്നു. അവിടെ രാക്ഷസന്മാരും പിശാചകളും പിതൃകളും വസിക്കുന്നു. അതിനു മേളില് സ്വർഗലോകമുണ്ട്. സ്വർഗലോകത്ത് ദേവതമാരും ദാനവരും വസിക്കുന്നു. അതിനു മേളില് മഹർലോകം,
മഹർലോകത്തില് സപ്തർഷികൾ വസിക്കുന്നുണ്ട്. ഈ സപ്തർഷികൾക്കും ആയിട്ടാണ് ധ്രുവലോകം സ്ഥിതി ചെയ്യുന്നത്. സോറി, മഹർലോകമല്ല, സോറി, മഹർലോകത്തിൽ ഋഷികളാണ് വസിക്കുന്നത്. മഹർലോകത്തിന് മേളിൽ ജനലോകമുണ്ട്. ജനലോകത്തിന് തൊട്ട് താഴെ, ആ ജനലോകത്തിലാണ് സപ്തർഷികളുള്ളത്. ജനലോകത്തിന് തൊട്ട് താഴെയാണ് നമുക്ക് അറിയാവുന്ന പോൾ സ്റ്റാർ അല്ലെങ്കിൽ ധ്രുവലോകം എന്നറിയപ്പെടുന്ന ധ്രുവന്റെ സ്ഥലമുള്ളത്. ആ ധ്രുവലോകത്തിലാണ് ക്ഷീര ക്ഷീരസാഗരമുള്ളത്. ക്ഷീരസാഗരത്തിലാണ് ക്ഷീരോദകശായി വിഷ്ണു വസിക്കുന്നത്. അപ്പം ധ്രുവലോകത്തില് ധ്രുവന്റെ കൂടെയാണ് ക്ഷീരസാഗരത്തിലുള്ള വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു നിത്യമായിട്ട് വസിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മേളിലാണ് തപോലോകം, തപസ്വികൾക്കായിട്ടുള്ളത്. ഏറ്റവും നല്ല, എന്താ പറയാ, ഏഹ്, തപസ്വികൾക്ക് അനുയുക്തമായിട്ടുള്ള സ്ഥലമാണ് തപോലോകം എന്ന് പറയുന്നത്. അതിന് മേളില് സത്യലോകം. സത്യലോകത്ത് ഏതൊരു വ്യക്തി, ഇനിയിപ്പോ ഇതിന്റെ ഈ ലോകങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് ഓരോ ഓരോന്ന് തപസ് ചെയ്യുന്ന ആൾക്കാർ, മെഡിറ്റേഷൻ എന്നൊക്കെ പറയാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പെർഫെക്ഷൻ, ഭൂമിയിൽ വെച്ച് പെർഫെക്ഷൻ കിട്ടുവാണ്. പരമാത്മാവിനെ ആയാലും ഭഗവാന്റെ എന്താ പറയാ, ജ്യോതിയാണെങ്കിലും തപസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെർഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈ ഹയർ ലോകത്തിലോട്ട്, മഹർലോക, ജനലോക, തപലോകത്തിലോട്ട് വരും. അവിടെ പെർഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പം ഭക്തി ഒട്ടുമില്ലാത്തയാളാണെങ്കിൽ അവര് പിന്നെ ബ്രഹ്മജ്യോതിയെ മാത്രം ഭജിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ പോയി ലയിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു ആഗ്രഹമില്ലാത്തടത്തോളം ഒരു ഭൂമി തന്നെ പതിക്കും. ഭക്തന്മാർ അല്ലെങ്കിൽ ഭഗവാന്റെ പരമാത്മ ഫീച്ചറിനെ ധ്യാനിക്കുന്ന യോഗികളാണെങ്കിൽ അവർ ഈ മഹർലോകം, ജനലോകം, തപലോകം കഴിയുമ്പോൾ അവരെ അപ്രന്റീസ്ഷിപ്പിന് എടുക്കും. ആര്? ബ്രഹ്മാവ് സത്യലോകത്തിൽ. അങ്ങനെ എടുക്കുന്ന ആൾക്കാർക്ക് ബ്രഹ്മാവിൻ്റെ കൂടെ അപ്രന്റീസ്ഷിപ്പ് കിട്ടി അവർക്ക് ഭഗവാന്റെ ഭക്തിയുത സേവനം ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുത്ത് ബ്രഹ്മാവിൻ്റെ ട്യൂട്ടലേജിൽ അവർ പെർഫെക്ഷനിൽ എത്തുകയാണെങ്കിൽ ബ്രഹ്മാവ് ഒടുവിൽ ഈ സൃഷ്ടിയുടെ പുള്ളിക്കാരൻ്റെ 100 വർഷത്തിനൊടുവിൽ ആയുസ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ ഭഗവാൻ ധാമത്തിലോട്ട് കൊണ്ടുപോകുമ്പം പുള്ളിക്കാരൻ്റെ കൂടെ ആ ഭക്തനും പോകാൻ പറ്റും ഉള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഭഗവാൻ വീണ്ടും 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 പല 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 രീതിയിൽ അവസരങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഭക്തന്മാർക്ക്. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കതൊന്നും താല്പര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് നമ്മുടെ സുഖ ലോലുപത, അതാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഓക്കെ, ഇനിയും ഒരു 10 മിനിറ്റേ ഉള്ളൂ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പറയാം. പാതാളത്തിന് താഴെ പാതാളത്തിന് താഴെ ഒന്നില്ലല്ലോ. ആ, പാതാളത്തിന് താഴെ ഗർഭോദക ഓഷ്യൻ ഉണ്ടെന്ന്. ഇപ്പൊ പാതാളത്തിനും ഗർഭോദക ഓഷ്യനും ഇടയിലുള്ള സ്ഥലത്താണ് പിതൃലോകം എന്ന് പറയുന്നത്. അതായത് പാതാളത്തിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് പിതൃലോകം. അവിടെ ആര്യമാനുള്ളത്. ആ പിതൃലോകം കഴിഞ്ഞ് പോകുമ്പം 28 ഹെല്ലിഷ് പ്ലാനറ്റ്സ് കാണാം. നരകം നമ്മൾ പറയുന്നത്. ഇപ്പം നരകം ഒരു ഫിസിക്കൽ എൻറ്റിറ്റിയാണ്, അത് അവിടെ സ്ഥിതി ചെയ്യുന്നു. അവിടെ 28 ഹെൽസിൽ 64,000-ൽ പരം നരകങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന നമ്മളൊരു ജീവാത്മാവ് മരിക്കുകയാണെങ്കിൽ നമ്മൾ 13 ദിവസം കഴിഞ്ഞിട്ട് യാത്ര തുടങ്ങും. അതിനുശേഷം 1 വർഷത്തിനകം എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ എത്തി എവിടെയാണ് ഭഗവാൻ യമരാജൻ ഇരിക്കുകയും അവിടെ ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ 2 സ്ഥലത്ത് പിതൃക്കളുണ്ടെന്ന് പറഞ്ഞു. സമയമില്ലാത്തതാണ് ചോദിക്കുന്നില്ല, ശ്രദ്ധിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാണ്. 2 സ്ഥലത്ത് പറഞ്ഞു. ഒന്ന് ഭൂവർലോകത്തിലും ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് പാതാളത്തിന് താഴെ പിതൃലോകത്തിലും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിതൃക്കൾ 2 എണ്ണം ഉണ്ട്, 2 സ്ഥലത്തായിട്ട് വസിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വേറൊരു ക്ലാസ്സിലേ പറയാൻ പറ്റും. ഇപ്പൊ അതിനുശേഷം ആ ഗർഭോദകോശന് താഴെ നോക്കുമ്പോൾ അനന്തശേഷന്റെ അനേക പത്തികളില് നമുക്ക് നോക്കുമ്പോൾ ഓരോ പത്തികളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചുവന്ന മണി പോലെ കാണുന്നുണ്ട്. ആ ഒരു ചെറിയൊരു പെക്ക് ഓഫ് ഡസ്റ്റ് പോലെ ഉള്ളൂ ഈ ഫുൾ ബ്രഹ്മാണ്ടങ്ങളും ഉള്ളത്. ഈ ശേഷന്റെയും താഴെ നമുക്ക് ഈ ഫോട്ടോയിൽ കാണിക്കുന്നില്ല, ഈ ഫോട്ടോ ഇവിടെ വെച്ച് തിരിയാണ് ചെയ്യുന്നത്. ശേഷന്റെ താഴെ ഭഗവാൻ തന്നെ വേറെ ഒരു രൂപത്തിൽ, എന്താ, ആമയുടെ രൂപത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ അനന്തശേഷനും ഈ ഭൂമിക്കും നമ്മുടെ ഭൗതിക ബ്രഹ്മാണ്ടത്തിനും ഇടയില് ഭഗവാന്റെ ഈ ഭൂമണ്ഡലത്തെ
ചെയ്യുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ 4 ആനകളുണ്ട്. അതിൽ അവരുടെ ഇടയിലാണ് അവർ കഴിഞ്ഞിട്ടാണ് അനന്തശേഷൻ വരുന്നത്. അനന്തശേഷൻ താഴെ ആ, കൂർമാവതാരമുണ്ട്. ഈ കൂർമ്മം കാരണ ഓഷ്യനിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ മുകളില് സാഗരത്തിൽ കാരണവശായി വിഷ്ണു കിടക്കുന്നു. എക്സ്പാൻഷൻ ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം വരുന്നു, പല പല കുമിളകളായിട്ട് വരുന്നു. ഓരോ കുമിളകളും അനന്തശേഷന്റെ അനന്തമായിട്ടുള്ള തലയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഈ അനന്തശേഷൻ വീണ്ടും കൂർമ്മത്തിന്റെ മണ്ടയിലാണ് ഫ്ലോട്ട് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ എൻറ്റയർ സൃഷ്ടിയെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ ആണ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു വളരെ ക്യുക്കായിട്ടുള്ള സൃഷ്ടിയുടെ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പാദ നമസ്കാരം. പ്രഭുജി, ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് എന്തുവാ പ്രഭുജി? അത് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ ബ്രഹ്മാണ്ടത്തില് നമ്മുടെ ഭൂമണ്ഡലത്തില് നമ്മൾ നിൽക്കുമ്പോൾ ഓക്കെ, ഭൂമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ, ഭൂമണ്ഡലം എന്ന് പറയുമ്പം ഇതാണ് ഭൂമണ്ഡലം എന്ന് പറയുന്നത്. ഫോട്ടോ കാണുന്നുണ്ടല്ലോ. ഈ ഭൂമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഇതിന് മേളിൽ കാണുന്ന ഇലുമിനറീസിനെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇലുമിനറീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിന് മേളിൽ കാണുന്ന ജനലോകം, മഹർലോകം, തപലോകത്തിൽ കാണുന്ന ഓരോ ലോകവും നമുക്ക് നക്ഷത്രങ്ങളായിട്ട് ഭവിക്കും. ഓരോ പേഴ്സണാലിറ്റിയും സപ്തർഷികളുണ്ടെങ്കിൽ അവർക്കും ഒരു ലോകമുണ്ട്. ഓരോരുത്തർ സപ്തർഷികൾക്കും 7 പേർക്കും 7 താമസിക്കുന്ന സ്ഥലമുണ്ട്. അത് നക്ഷത്രങ്ങളായിട്ടാണ് നമ്മൾ ഭവിക്കുന്നത്. ധ്രുവ ലോകം നമുക്ക് നക്ഷത്രമായിട്ടാണ് ഭവിക്കുന്നത്. അപ്പം ഇതാണ് നക്ഷത്രം. എന്താണ് നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമണ്ഡലത്തിൽ ഇവിടെ ഈ കാണിച്ചേക്കുന്നത് എന്ന് പറയുന്നത് ഈ നമ്മുടെ യൂണിവേഴ്സിന്റെ ഒരു ഫോട്ടോയാണ് കാണിച്ചത്, ക്രോസ് സെക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ 8 ലെയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗർഭോദക ഓഷ്യൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഈ പിങ്ക് കളറിൽ കാണുന്നതാണ്, പിങ്ക്, വൈറ്റ്, യെല്ലോ, സോറി അങ്ങനെ ഗ്രീനിഷ് അങ്ങനെ കാണുന്ന സർക്കിൾസ് കാണുന്നുണ്ടല്ലോ, അതാണ് ഈ സപ്ത ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇതാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. ഒരു പ്ലെയിൻ ഫീൽഡാണ്. അവിടെ ഒരു ജാമ്പുദ്വീപിലെ ഒരു കോർണറിലാണ് നമ്മുടെ ഭൂമി ഇരിക്കുന്നത്. അതിന് മേളിൽ കാണുന്ന എല്ലാത്തിനെയും നമുക്ക് നക്ഷത്രമായിട്ടാണ് ഭവിക്കുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭുജി, അപ്പൊ ഈ കോടാനുകോടി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഈ ഇതാണ് അല്ലെ? ഓരോ നമുക്ക് ബ്രഹ്മാണ്ടങ്ങൾ കാണാൻ പറ്റുന്ന നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിനകത്തുള്ള ഇലുമിനറീസ് എന്ന് പറയാം. ഇലുമിനറീസ് എന്ന് വെച്ചാൽ പ്രകാശമുള്ളത്. അവരാണ് ഈ നക്ഷത്രമായിട്ട് ഭവിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു നേരത്തെ പറഞ്ഞായിരുന്നു ഒരു മറ്റേ ക്ഷീരോദശായി കിടക്കുന്ന ഒരു നദിയുടെ പേരായിരുന്നു പറഞ്ഞത്. ആ നദിയുടെ പേരെന്തായിരുന്നു പ്രഭുജി? ക്ഷീരോദകശായി വിഷ്ണു കിടക്കുന്ന നദിയിലല്ല, വിരജാ ഉദകശായി വിഷ്ണു നദി. അല്ലല്ല, ക്ഷീരോദകശായി വിഷ്ണു വിരജ നദിയിലല്ല കിടക്കുന്നത്. ഓരോ വിഷ്ണുവും കിടക്കുന്ന പേര് തന്നെ ആ ഓഷന്റെ പേരാണ്. അതായത് ക്ഷീരോദശായി വിഷ്ണു എന്ന് പറഞ്ഞാൽ ക്ഷീര ഉദകശായി വിഷ്ണു, ക്ഷീരത്തിന്റെ ഉദകത്തിൽ കിടക്കുന്ന വിഷ്ണു. അതായത് ക്ഷീരം എന്ന് വെച്ചാൽ പാലാണ്, പാൽക്കടൽ, പാലാഴി എന്ന് പറയുന്നത്. പ്രഭു ചോദിച്ചത് കറക്റ്റ് ഉത്തരം എന്ന് പറഞ്ഞാൽ മാതാജി പറഞ്ഞ പോലെ കാരണ ഉദകശായി വിഷ്ണുവാണ്. കാരണ ഉദകശായി അവിടെ കാരണ സമുദ്രത്തിലാണ് കിടക്കുന്നത്. കാരണ സമുദ്രത്തെ വിരജാ നദി എന്നും പറയുന്നു. സന്തോഷ് പ്രഭു പറഞ്ഞ പോലെ അവിടെ കാരണദോഷ വിഷ്ണു കിടക്കുന്നതിന് വിരജാ നദി എന്നും പറയും. ഈ ഗർഭോദശായി വിഷ്ണു കിടക്കുന്നത് ഗർഭോദക ഓഷ്യനിലാണ്. ഇവിടെ ആ റൂളിൽ വരുമ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനെ ഗർഭം ധരിക്കുന്നു. അതുകൊണ്ട് ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഇതിന്റെ വിശദമായിട്ടൊരു ക്ലാസ് ഒരു കുറെ സമയം എടുത്തൊന്ന് ചെയ്തെങ്കിലേ പറ്റൂ പ്രഭു, അല്ലാതെ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവില്ല.
മാതാജി, ഞാൻ ഓൾറെഡി ഈ ക്ലാസ് ഇവിടെ എടുത്തതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10 ക്ലാസ്സെങ്കിലും ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കാം, ഇനി വീണ്ടും എടുക്കുന്നതിന് എനിക്ക് യാതൊരു ഇതുമില്ല. കൂടുതൽ ഇൻഫർമേഷൻസ് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് PPT-യിൽ. അതുകൊണ്ട് തന്നെ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ബോറടിക്കാത്ത രീതിയിലുള്ള ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട് പിന്നെയും. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് 2 months എനിക്ക് പറ്റത്തില്ല. ജനുവരി വരെ ഞാൻ കുറച്ച് ട്രാവലിങ്ങിനാണ്. ഫെബ്രുവരി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരിടത്ത് സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണോ? ദർശനാർത്ഥി ടൈമായി. സോ ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതുപോലെ ആരെങ്കിലും ഡിവോട്ടീസ് വരാതെ വരുന്ന സമയത്ത് നമുക്കിത് ചെയ്യാൻ സാധിക്കും. എന്തായിരുന്നാലും ഇന്നത്തെ വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടാവും. സോ പ്രഭുജി ഇതുപോലെ വിളിച്ച ഉടനെ വരാനുള്ള ഭാഗ്യം നമ്മുടെ ഗ്രൂപ്പിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്കും 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 ഹരേ. ഹരേ രാമ ഹരേ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ. ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ ഹരേ. കൃഷ്ണ 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 കൃഷ്ണകൽപ്പതരു കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. പഞ്ചകൽപ്പതരുഭ്യ ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവ वृंद की हरिनाम संकीर्तन यज्ञ के हरे कृष्णा महामंत्र की शिला प्रभुपाद की जय. श्री आनंद पद्मनाभ स्वामी की जय. हरे कृष्णा प्रभु जी. धन्यवाद प्रणाम. थैंक यू प्रभु. ഹരേ കൃഷ്ണ. ധന്യവാദം. ഹരേ കൃഷ്ണ.